സംസ്ഥാനത്ത് കാട്ടാനാക്രമണത്തിന്റെ വാർത്തകൾക്ക് അറുതിയില്ല. വയനാട്ടിൽ തുടർച്ചയായി രണ്ടാം ദിവസവും കാട്ടാനക്കലിയിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞു. ചൂരൽമല അട്ടമല ഏറാട്ടുകുണ്ട് ഉന്നതിയിലെ 26 വയസ്സുള്ള ബാലകൃഷ്ണനാണ് മരിച്ചത്. ഹാരിസൺ മലയാളം തേയിലത്തോട്ടത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത്. പിന്നാലെ വനംവകുപ്പിനെതിരെ അതിശക്തമായ പ്രതിഷേധമാണ് ഉയർന്നുവന്നത്. വയനാട്ടിൽ കാട്ടാനയാക്രമണത്തിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞ രണ്ടാം നാൾ. കൊല്ലപ്പെട്ടത് അട്ടമല സ്വദേശിയായ 26-കാരൻ ബാലകൃഷ്ണൻ. ഇന്ന് രാവിലെയാണ് അട്ടമലയിലെ തേയിലത്തോട്ടത്തിൽ ബാലകൃഷ്ണന്റെ മൃതദേഹം കാണുന്നത്. ആന ചവിട്ടിയരച്ച നിലയിലായിരുന്നു മൃതദേഹം. അട്ടമലയിലെ എറാട്ടുകുണ്ട് ഉന്നതിയിലാണ് ബാലകൃഷ്ണന്റെ കുടുംബം കഴിയുന്നത്. ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ശേഷം ബന്ധുക്കൾ അട്ടമലയിലെ പാടിയിലേക്ക് താമസം മാറ്റിയിരുന്നു. എറാട്ടുകുണ്ടിൽ നിന്ന് ഇവിടേക്ക് വരുമ്പോഴാണ് ഇന്നലെ രാത്രി കാട്ടാന ആക്രമിച്ചത്. രാവിലെ വന്നു കണ്ടു. കോളനിയിലേക്ക് പോയാൽ നമ്മളാ അവകളെ നോക്കാൻ എന്നിട്ട് ഇങ്ങോട്ട് തിരിച്ചു നോക്കുമ്പോൾ ഇങ്ങോട്ട് ആളിരിക്കുന്നു. പിന്നെ അവിടെയൊക്കെ വന്നു. ഇന്നലെ യാദൃച്ഛികമായ ഒരു 8 മണിക്ക് ചൂരൽമലയിൽ നിന്ന് സാധനം മേടിച്ചിട്ട് അവൻ്റെ അമ്മേനെയും അച്ഛനെയും കണ്ടിട്ട് ഇതുവഴി അവൻ്റെ കോളനിയിലേക്ക് പോയതാണ് അവൻ. അപ്പോഴാണ് ഇവിടുന്ന് പെട്ടെന്നുള്ള ആനയുടെ ആക്രമണം ഉണ്ടാകുകയും അവൻ മരണപ്പെടുകയും ചെയ്തു. ഇന്നലെ ഈ മേഖലയിൽ കണ്ട ആനയുടെ ദൃശ്യവും പിന്നാലെ പുറത്തു വന്നു. പ്രദേശത്ത് വനം വകുപ്പിനെതിരെ പ്രതിഷേധം ഉയർന്നു. ഈ കുടുംബത്തിന്റെ ഇവിടെ 3 കുടുംബങ്ങളോട് ഇപ്പോൾ താമസിക്കുന്നുണ്ട്. അവരുടെ ഒരു പുനരധിവാസം ഞങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവർക്ക് നഷ്ടപരിഹാരവും ഈ കുടുംബത്തിലെ ഈ മരിച്ച ആളുടെ ഏറ്റവും അടുത്ത ബന്ധുവിന് ഡിപ്പാർട്ട്മെന്റ് വനംവകുപ്പിൽ ജോലി എന്നുള്ള ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കുടുംബത്തിന് നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള നടപടികൾ പ്രഖ്യാപിക്കപ്പെട്ടതോടെയാണ് മൃതദേഹം മാറ്റാൻ നാട്ടുകാർ അനുവദിച്ചത്. ആദ്യഘട്ടം എന്നുള്ള നിലയിൽ 5 ലക്ഷം രൂപ ഇന്ന് തന്നെ കൈമാറാൻ വനംവകുപ്പ് ഇന്ന് തന്നെ കൈമാറുന്നതായിരിക്കും. അടുത്ത് ശവസംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടിയിട്ട് ട്രൈബൽ വകുപ്പിൽ നിന്നും ധനസഹായം ഇന്ന് തന്നെ നൽകും. പുനരധിവാസം സംബന്ധിച്ച് നിലവിൽ ഇപ്പം വനംവകുപ്പിന് പ്രതിനിധികളെടുത്ത് ഇവിടുത്തെ ആൾക്കാരെ കൂട്ടി നിർത്തിക്കൊണ്ട് ഈ പ്രദേശത്ത് തന്നെ പുനഃസ്ഥാപിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണമെന്നുള്ളതുണ്ട്. ബത്തേരിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം അട്ടമലയിലാണ് സംസ്കരിച്ചത്. തുടർച്ചയായ വന്യജീവി ആക്രമണങ്ങൾക്കെതിരെ വിവിധ സംഘടനകളുടെ പ്രതിഷേധം ഉയർന്നു. യൂത്ത് കോൺഗ്രസും SDPIയും മേപ്പാടി റേഞ്ച് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. വയനാട്ടിൽ വന്യജീവി ആക്രമണങ്ങൾ തുടർക്കഥയായ പശ്ചാത്തലത്തിൽ UDF നാളെ ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. വ്യാപാരി സംഘടനകൾ ഹർത്താലുമായി സഹകരിക്കില്ലെന്ന നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. കമന്റ് ബോക്സിലേക്ക് ഒന്ന് പോവുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ തുടർച്ചയായി ആളുകൾക്ക് കാട്ടാന ആക്രമണത്തിൽ വന്യജീവി ആക്രമണത്തിൽ ഇങ്ങനെ ജീവൻ നഷ്ടമാവുന്ന നിലയുണ്ടാകുന്നതിൽ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. 72 മണിക്കൂർ ഈ 2 ദിവസത്തിനിടെ 4 പേർക്കാണ് കാട്ടാന ആക്രമണത്തിൽ മാത്രം നമ്മുടെ നാട്ടിൽ ജീവൻ നഷ്ടമായിരിക്കുന്നത്. സാധാരണ ഇങ്ങനെ നഷ്ടപരിഹാരം നൽകുക അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ചില നടപടികൾ വനംവകുപ്പ് സ്വീകരിക്കുക എന്നതിനൊക്കെ അപ്പുറത്തേക്ക് ശാശ്വതമായ പരിഹാരം ഈ വിഷയത്തിൽ വേണം എന്നുള്ള ആവശ്യം ആളുകളുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു വരുന്നുണ്ട്. അതിനിടയിൽ വനമന്ത്രി നടത്തിയ പ്രതികരണം, അതുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രേക്ഷകർ അതുമായി ബന്ധപ്പെട്ടുള്ള അമർഷവും രേഖപ്പെടുത്തുന്നുണ്ട്. വനംവകുപ്പ് കാര്യക്ഷമമായി ഇടപെടുന്നില്ല എന്ന വിമർശനം അവർ ഉയർത്തുകയാണ്. ഇപ്പോൾ ഫാദിൽ എന്ന് പറയുന്ന ഒരു പ്രേക്ഷകൻ തത്സമയം നമുക്കൊപ്പം ചേരുന്നുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, ജനങ്ങൾക്കും ഈ പരിപാടിയുടെ ഭാഗമാകാനുള്ള അവസരം ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി നമ്പർ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ ഫാദിൽ എന്നൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നു. ഫാദിൽ എവിടെ നിന്നാണ് വിളിക്കുന്നത്? എന്താണ് പ്രശ്നം ഫാദിൽ? മുല്ലശ്ശേരി ബ്ലോക്കിന്റെ അവിടെയാണ്. സ്ഥലം മനസ്സിലായില്ല ഫാദിൽ. ഏത് ജില്ലയിലാണെന്ന് പറയാമോ ഫാദിൽ? തൃശ്ശൂർ ജില്ലയാണ്. സ്ഥലം ഒന്നുകൂടെ. മണലൂര് നിയോജക മണ്ഡലം. ശരി. പാലക്കാട് താലൂക്ക്. അവിടെ റോഡ് വളരെ ശോചനീയാവസ്ഥയാണ്. അത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിട്ടാണ് ഞാൻ ഇപ്പൊ വിളിച്ചത്. ഫാദിൽ, ഏത് റോഡാണ്? ആ റോഡിന്റെ പേര് പറയാമോ ഫാദിൽ? ഓർമ്മപ്പെടുത്തണം. എന്താ പറഞ്ഞേ? ആ റോഡിന്റെ പേരൊന്ന് പറയാമോ ഫാദിൽ? ഏത് ഭാഗത്തുള്ള റോഡാണ്? വളരെ കൃത്യമായി ഒന്ന് പോയിന്റ് ചെയ്ത് പറയാമോ? കൃത്യമായി പറഞ്ഞാൽ ഇപ്പൊ ചാവക്കാട് കാഞ്ഞാണി റോഡ് എന്നാണ് പറയാ അതിന്. മെയിനായിട്ട് ഇപ്പൊ മുല്ലശ്ശേരിന്ന് കാഞ്ഞാണിക്കും ആ ഭാഗമാണ് കൂടുതലായിട്ട് പൊളിഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ബ്ലോക്കിന്റെ അവിടെ, അതായത് ഒരു സൈഡ് 2 പേരുണ്ടാവൂലേ,
ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും. ഒരു സൈഡ് മാത്രമേ നല്ല റോഡുള്ളൂ. അതിപ്പോ തന്നെ റെഡിയാക്കിയതാണ്. അതിനു മുമ്പ് വളരെ ശോചനീയാവസ്ഥ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഫാദിലി, നാട്ടുകാർ എന്നുള്ള നിലയിൽ ജനപ്രതിനിധികളുടെ ശ്രദ്ധയിലേക്ക് വിഷയം പെടുത്തിയിരുന്നോ ഫാദിൽ? സ്വാഭാവികമായിട്ട് അവരൊക്കെ ആ റൂട്ടിൽ കൂടെ പാസ് ചെയ്യുന്ന ആളാണ്. ശരി, നമുക്ക് എന്താണ് സാഹചര്യം എന്നുള്ള കാര്യം അന്വേഷിക്കാം. ഒരു വാർത്ത, ഒരു ഇടപെടൽ ആ വിഷയത്തിൽ ആവശ്യമുണ്ട് എന്ന് നമ്മുടെ അന്വേഷണത്തിൽ ബോധ്യപ്പെടുന്ന ഘട്ടത്തിൽ ഉറപ്പായും അത് വാർത്തയാക്കി പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിക്കും എന്ന ഉറപ്പ് ഈ ഘട്ടത്തിൽ ഫാദിലിന് നൽകുകയാണ്. അടുത്ത റിപ്പോർട്ടിലേക്ക് കടക്കാനുള്ള സമയമായിരിക്കുന്നു. 2016 മുതൽ 2025 വരെ കേരളത്തിൽ കാട്ടാനാക്രമണത്തിൽ ജീവൻ നഷ്ടമായത് 192 പേർക്കാണ്. 278 പേർക്ക് പരിക്കേറ്റു. വർദ്ധിച്ചു വരുന്ന കാട്ടാനാക്രമണങ്ങളെ പ്രതിരോധിക്കാൻ സർക്കാർ സംവിധാനത്തിന് കഴിയാത്തത് എന്തുകൊണ്ടാണ്? കാടും നാടുമായി വലിയ അകലമില്ലാത്ത നിരവധി പ്രദേശങ്ങൾ കേരളത്തിലുണ്ട്. വനവുമായി അതിരു പങ്കിടുന്ന ഗ്രാമങ്ങളിൽ താമസിക്കുന്നവർ തൊഴിലിന് ശേഷം രാത്രി വീടുകളിലേക്ക് മടങ്ങുമ്പോൾ അപ്രതീക്ഷിതമായി കാട്ടാനയാക്രമണത്തിനിരയാകുകയും ചെയ്യുന്നു. വയനാട്ടിൽ ഇന്നലെ രാത്രി അട്ടമല സ്വദേശി ബാലകൃഷ്ണൻ കൂടി കൊല്ലപ്പെട്ടതോടെ ഈ വർഷം ജാനുവരി മുതൽ ഇന്ന് വരെ കാട്ടാന ആക്രമണത്തിൽ ആകെ കൊല്ലപ്പെട്ടത് 7 പേർ. വയനാട്ടിൽ മാത്രം 2 ദിവസത്തിനിടെ 2 പേരാണ് കൊല്ലപ്പെട്ടത്. തിങ്കളാഴ്ചയാണ് ബത്തേരിയിൽ തമിഴ്നാട് സ്വദേശിയായ ആദിവാസി യുവാവ് മാനു മരണമടഞ്ഞത്. ഇതിനു പിന്നാലെയായിരുന്നു ബാലകൃഷ്ണന്റെ മരണം. ഒരാഴ്ചക്കിടെ മാത്രം കാട്ടാനയാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 4 പേർ. 2016 മുതൽ 2025 വരെ സംസ്ഥാനത്തുണ്ടായ കാട്ടാന ആക്രമണങ്ങളെപ്പറ്റിയുള്ള വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ ഇക്കാര്യം കൂടുതൽ വ്യക്തമാകുന്നുണ്ട്. കാട്ടാന ആക്രമണത്തിൽ കൂടുതൽ പേർ കൊല്ലപ്പെട്ടത് പാലക്കാടാണ്, 48 പേർ. ഇടുക്കിയിൽ 40-ഉം വയനാട്ടിൽ 36-ഉം മലപ്പുറത്ത് 18-ഉം കണ്ണൂരിൽ 17 പേരുമാണ് കൊല്ലപ്പെട്ടത്. 2021 ഏറ്റവും കൂടുതൽ പേർ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 29 പേർ. കഴിഞ്ഞ വർഷം വനംവകുപ്പ് തമിഴ്നാട്, ആന്ധ്ര, കർണാടക സംസ്ഥാനങ്ങളുമായി ചേർന്ന് നടത്തിയ കണക്കെടുപ്പിൽ കേരളത്തിൽ 1700 കാട്ടാനകളുണ്ടെന്നാണ് കണ്ടെത്തിയത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആനകൾ കൂടി കേരളത്തിലേക്ക് എത്തിയതോടെ എണ്ണം ഇപ്പോൾ 2000 കടന്നിട്ടുണ്ടെന്നാണ് വനംവകുപ്പ് പറയുന്നത്. കാട്ടിലെ ചൂട് കാരണവും ഭക്ഷണത്തിന്റെ അഭാവവും മൂലമാണ് മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത്. വനം വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെ അനുവാദമില്ലാതെ ആദിവാസികൾ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും അനുവാദം വേണം. അനുവാദമില്ലാതെ ചോദിക്കുന്ന സംഭവത്തെക്കുറിച്ചാണ് ഞാൻ ഉദ്ദേശിച്ചത്. ജനവാസ മേഖലയിൽ ഇവരിറങ്ങുന്നതാണല്ലോ നമ്മൾ പറയുന്നത്. പക്ഷേ ഇത് ജനവാസ മേഖലയിൽ നല്ല സംഭവിക്കുന്നത്. പക്ഷേ നമ്മളത് അങ്ങനെ സാങ്കേതികമായി നോക്കുന്നില്ല എന്നും കൂടി ഞാൻ പറഞ്ഞു. വന്യജീവി ആക്രമണം തടയാൻ വനാതിർത്തിയിലെ തെരഞ്ഞെടുത്ത സ്ഥലങ്ങളിൽ വിസ്ത ക്ലിയറൻസ് വ്യാപിപ്പിക്കാനാണ് വനംവകുപ്പ് ആലോചിക്കുന്നത്. കാടും നാടും ഒന്നിക്കുന്ന പ്രദേശങ്ങളിൽ വൃക്ഷങ്ങളും അടിക്കാടുകളും വെട്ടിത്തെളിച്ച് സംരക്ഷിക്കുന്നതാണ് വിസ്ത ക്ലിയറൻസ്. പെട്രോളിംഗ് ശക്തിപ്പെടുത്താൻ എല്ലാ വിഭാഗങ്ങളിലെയും ഉദ്യോഗസ്ഥരെയും പ്രയോജനപ്പെടുത്തും. തദ്ദേശീയരും യുവാക്കളും അടങ്ങുന്ന സന്നദ്ധ പ്രവർത്തകരെ ഉൾപ്പെടുത്തി പ്രൈമറി റെസ്പോൺസ് ടീം എന്ന പേരിൽ പ്രത്യേക സംഘം രൂപീകരിക്കും. റിസർച്ച് ഡെസ്ക് 24. പൊതുജനം കഴുതയല്ല സാർ. അധികൃതർ ഉണർന്നു പ്രവർത്തിക്കാത്തതാണ് ഇങ്ങനെ തുടർച്ചയായി ആളുകൾക്ക് ജീവൻ നഷ്ടമാവാനുള്ള കാരണം എന്ന വിമർശനം ഉയർത്തുന്നു ഷാഫി കൊമ്മേരിയെ പോലുള്ള പ്രേക്ഷകർ. ഈ വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ വനംവകുപ്പിനെ അറിയിക്കുമ്പോൾ പോലും കാര്യക്ഷമമായ ഇടപെടൽ അവർ നടത്തുന്നില്ല. അതിൽ അലംഭാവം കാണിക്കുന്നത് തുടർച്ചയായി അത്തരത്തിലുള്ള സമീപനം ഈ വനത്തോട് ചേർന്നുള്ള മേഖലകളിൽ ഉണ്ടാകുന്നു എന്ന വിമർശനം മറ്റൊരു പ്രേക്ഷകൻ ഉയർത്തുന്നു. പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പാതി മാഞ്ഞുപോയ നിലയിലാണല്ലോ. എന്താണ് അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളെപ്പോലെ പുറത്തു വരാത്തത് എന്നുള്ള ചോദ്യം ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ വിട്ടുപോയി. വലിയ തട്ടിപ്പല്ലേ അതിൽ ഷഫീർ മണ്ണാർക്കാട് എന്ന പ്രേക്ഷകനാണ് അത് കുറിക്കുന്നത്. വലിയ തട്ടിപ്പാണ്, അതിൻ്റെ സത്യം എന്തായാലും പുറത്തു വരണം. ആർക്കൊക്കെയാണ് ആ തട്ടിപ്പിൽ പങ്കുള്ളത്, അനന്തു കൃഷ്ണാരൊക്കെയാണ് സഹായം നൽകിയത് എന്ന കാര്യമൊക്കെ അതിൻ്റെ അന്വേഷണം നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി പുറത്തു വരട്ടെ. എന്തായാലും ആ വാർത്തകളൊന്നും അങ്ങനെ മാഞ്ഞു പോകുന്ന വാർത്തകളല്ല. കാരണം വലിയ കോടികളുടെ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. ഷാഫി കൊമ്മേരി എന്ന് പറയുന്ന പ്രേക്ഷകൻ കാടും നാടും വേർതിരിച്ച് ഫെൻസിങ് കംപ്ലീറ്റ് ആക്കി ജനങ്ങളെ വന്യമൃഗശല്യത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം, സർക്കാരിൻ്റെ ബാധ്യതയാണ്. ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടാൻ സർക്കാരിന് കഴിയില്ല എന്ന കാര്യം ചൂണ്ടിക്കാട്ടുന്നു. ഇനി മറ്റൊരു റിപ്പോർട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. കുറഞ്ഞ ചെലവിൽ പൊതുജനങ്ങൾക്ക് കുടിവെള്ളം ലഭ്യമാക്കുന്നതിന് ആവിഷ്കരിച്ച വാട്ടർ ATM പദ്ധതി നിലച്ചിട്ട് 5 വർഷത്തോളം. തിരുവനന്തപുരം കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്തിലാണ് നാട്ടുകാരെ വെള്ളം കുടിപ്പിച്ച വാട്ടർ ATMന്റെ ദുരവസ്ഥ. വേനൽക്കാലത്ത് ഒരു തുള്ളി വെള്ളത്തിനായി നാട്ടുകാർ നെട്ടോട്ടമോടുമ്പോഴാണ് ലക്ഷങ്ങൾ മുടക്കിയ പദ്ധതി ഇങ്ങനെ നോക്കുകുത്തിയായി നിൽക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. ഇതാണ് വാട്ടർ ATM.
കുറഞ്ഞ ചെലവിൽ പൊതുജനങ്ങൾക്ക് കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതി, മാതൃകാപരമായ പദ്ധതി, കൈയടിക്കേണ്ട പദ്ധതി. 1 രൂപയ്ക്ക് 1/2 ലിറ്റർ വെള്ളം, 2 രൂപയ്ക്ക് 1 ലിറ്റർ വെള്ളം, 5 രൂപയ്ക്ക് 5 ലിറ്റർ വെള്ളം, 10 രൂപയ്ക്ക് 10 ലിറ്റർ വെള്ളം. ഇതിനുള്ളിലൂടെ കോയിൻ ഇട്ട് കൊടുത്താൽ ഈ കാണുന്ന ടാപ്പിലൂടെ കുടിവെള്ളം വരും. 2019 കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഈ പദ്ധതി ആവിഷ്കരിക്കുന്നത്. 2019 തുടർന്നുള്ള വർഷങ്ങളിലുമായി കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ 5 ഇടങ്ങളിൽ ഇത്തരത്തിൽ വാട്ടർ ATMകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ദൗർഭാഗ്യമെന്ന് പറയട്ടെ, ഉദ്ഘാടനം കഴിഞ്ഞ് 7-8 ദിവസം മാത്രമാണ് ഈ വാട്ടർ ATMലൂടെ വെള്ളം വന്നത്. കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്തിൽപ്പെട്ട ഗ്രാമപഞ്ചായത്തുകളിലെ പ്രധാനപ്പെട്ട 5 ഇടങ്ങളിൽ 10 ലക്ഷം രൂപ ചെലവഴിച്ചാണ് അക്വാസെക് എന്ന കമ്പനിയുടെ 5 വാട്ടർ ATM കൗണ്ടറുകൾ സ്ഥാപിച്ചത്. ATMൽ നാണയത്തുട്ട് നിക്ഷേപിച്ചാൽ ശുദ്ധീകരിച്ച കുടിവെള്ളം ടാപ്പിലൂടെ ലഭിക്കുന്നതാണ് പദ്ധതി. 1 ലിറ്റർ വെള്ളം 20 രൂപയ്ക്ക് കമ്പോളത്തിൽ നിന്ന് വാങ്ങാൻ കഴിയുന്നിടത്ത് 2 രൂപയ്ക്ക് 1 ലിറ്റർ വെള്ളം ലഭിക്കുന്ന പദ്ധതി സൂപ്പർ ഹിറ്റായി. ബസ് സ്റ്റോപ്പിലും ബസ് സ്റ്റാൻഡിലും ആശുപത്രിയിലും പ്രധാന കവലയിലും 2 രൂപയ്ക്ക് 1 ലിറ്റർ കുടിവെള്ളം ലഭിക്കുമെന്നത് വഴിയാത്രക്കാർക്കും തൊഴിലാളികൾക്കും വിദ്യാർത്ഥികൾക്കും രോഗികൾക്കുമൊക്കെ വാട്ടർ ATM പ്രിയങ്കരമാകാൻ കാരണമായി. കരവാരം പഞ്ചായത്തിൽ വഞ്ചിയൂർ ജംഗ്ഷൻ, നഗരൂർ പഞ്ചായത്തിലെ കേശവപുരം സാമൂഹ്യാരോഗ്യ കേന്ദ്രം, പുളിമാത്ത് പഞ്ചായത്ത് ഓഫീസിന് മുൻവശം, പഴയകുന്നുമേൽ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ്, പള്ളിക്കൽ പഞ്ചായത്തിൽ പള്ളിക്കൽ ജംഗ്ഷൻ എന്നിവിടങ്ങളിലായിരുന്നു വാട്ടർ ATM സ്ഥാപിച്ചത്. പദ്ധതി നടത്തിപ്പിലെ പിടിപ്പുകേട് കാരണം ചുരുങ്ങിയ കാലയളവിനുള്ളിൽ വാട്ടർ ATM കൗണ്ടറുകൾ നോക്കുകുത്തികളായി മാറി. വഞ്ചിയൂരിലെ വാട്ടർ ATMന്റെ സ്ഥിതിയാണ് പരിതാപകരം. ഇവിടുത്തെ നേതാക്കന്മാരോട് ചോദിച്ചാൽ അവർ കൊല്ലാൻ നിൽക്കും. അത് എന്തെങ്കിലുമൊക്കെ ശരിയാവും, വെള്ളം വരും, വരും, മറിച്ച വരും. പക്ഷേ ഇവിടുത്തെ ജനങ്ങൾ വെള്ളം കുടിക്കാതെ ബുദ്ധിമുട്ടാണ് റോട്ടിൽ കിടന്ന്. ഇവിടെ റോട്ടിൽ പൈപ്പ് ലൈൻ വേറെ ഇല്ല. അപ്പോൾ ഇത് ഭയങ്കര ഒരു സഹായം എന്നും പറഞ്ഞാൽ ഇവിടെ കൊണ്ടുവച്ച് 2-3 ദിവസം നടന്നു. പിന്നെ നമ്മൾ കണ്ടില്ല, മക്കളാണ് ഞാൻ കണ്ടിട്ടില്ല. ഉദ്ഘാടനം കഴിഞ്ഞ് പോയവർക്ക് പിന്നെ ഒരാഴ്ച 2 ആഴ്ച മാത്രമേ വെള്ളം കിട്ടിയിട്ടുള്ളൂ. അതിനേഷം പിന്നെ വെള്ളം കിട്ടിയിട്ടില്ല. ഞാൻ ഇവിടെ 5ാം ക്ലാസ് തൊട്ട് പഠിക്കുകയാണ്. പക്ഷേ ഇത്രയും നാളായിട്ട് അങ്ങനെ അധികം യൂസ് ചെയ്ത് കണ്ടിട്ടുമില്ല, അങ്ങനെ വെള്ളം കിട്ടിയിട്ടുമില്ല. ഉച്ചയ്ക്ക് എക്സാം കഴിഞ്ഞിട്ട് വരണ ദിവസമാണെങ്കിൽ നല്ല വെയിലാണ്, അപ്പോൾ 2 രൂപയ്ക്ക് വെള്ളം കിട്ടുകയാണെങ്കിൽ നല്ലതാണ്. ഇത് ആർക്കെങ്കിലും ഉപയോഗപ്പെട്ടോ എന്ന് സ്വയം ചിന്തിക്കണം ഈ വെച്ചവർ തന്നെ. കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഈ പദ്ധതിയുടെ നടത്തിപ്പിന് ടെൻഡർ നൽകിയിരിക്കുന്നത് അക്വാസെക് കമ്പനിക്കാണ്. വാർഷിക അറ്റകുറ്റപ്പണിക്ക് പണം അനുവദിച്ചാലേ ഇത് പ്രവർത്തിപ്പിക്കാനാകൂ എന്നാണ് കമ്പനിയുടെ വിശദീകരണം. പക്ഷേ ആ പദ്ധതി ഒരു ദിവസം പോലും നടന്നില്ല. പൈസ അവതാളത്തിലായി, അത്ര മാത്രമേ ഉള്ളൂ. ഏതോ കമ്പനിക്ക് കരാർ കൊടുത്തു, അവർ ഈ സാധനങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തു, പിന്നെ മെയിൻ്റനൻസോ മറ്റുള്ള കാര്യങ്ങൾ ഇന്നുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഒരു വീടുകളിൽ നിങ്ങൾ എന്തൊരാവശ്യത്തിന് വെള്ളം ചോദിച്ചാലും പുറത്തേക്ക് കൊടുക്കാൻ അവരാവശ്യത്തിന് ഇല്ലാത്തൊരു കാലമാണ് ഈ സമയത്ത്. നമ്മളുടെ ഈ പ്രാന്തപ്രദേശങ്ങളിൽ ഒരുപാട് പേര് കിണറ്റുവെള്ളവും പുഴവെള്ളം വരെ കോരിക്കൊണ്ട് പോകുന്നൊരു സമസ്യയുണ്ട്. ഈ ശുദ്ധമായ കുടിവെള്ളം കൊടുത്താൽ ഇതുപോലെ ഉപകാരപ്രദമാകുന്നൊരു പദ്ധതി വേറെ ഏതുണ്ട്? പക്ഷേ ഇത് ആരോട് പരാതിപ്പെട്ടാൽ കേൾക്കാനുള്ള അധികാരികൾ എവിടെ? വേനൽ കടുത്തതോടെ കിളിമാനൂർ മേഖലയിൽ കുടിവെള്ളക്ഷാമവും രൂക്ഷമാകുകയാണ്. കുറഞ്ഞ ചിലവിൽ കുടിവെള്ളം ലഭിക്കുന്ന ജനപ്രിയ പദ്ധതി എത്രയും വേഗം പുനരുജ്ജീവിപ്പിക്കാൻ അധികൃതർ തയ്യാറാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ഈ ചൂടത്തും ഈ മനുഷ്യന് ഒരു തുള്ളി വെള്ളം ഗവൺമെൻറ് ഇത്രയും ലക്ഷങ്ങൾ ചിലവാക്കി ഇവിടെ ഫിറ്റ് ചെയ്തിട്ട് ഒരു തുള്ളി വെള്ളം ജനങ്ങൾ കിട്ടിയില്ല. കഷ്ടമാണ്. ഇതൊക്കെ എടുത്തുകൊണ്ട് ഇതിനെ തീ കത്തിക്കേണ്ട സമയമായി ഇതിനൊക്കെ എടുത്തിട്ട്. ഈ സംവിധാനം പൂർണ്ണമായ അർത്ഥത്തിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ വൃത്തിയാക്കിയില്ലെങ്കിൽ ഇവിടുത്തെ സഹോദരങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ശക്തമായ സമരപരിപാടിക്ക് നേതൃത്വം കൊടുക്കുവാൻ ജനപ്രതിനിധികൾ തയ്യാറാകേണ്ടി വരുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി പഞ്ചായത്തിന് കൊടുക്കുകയാണ്. ലക്ഷങ്ങൾ മുടക്കി പദ്ധതി കൊണ്ടുവരിക, പോസ്റ്ററുകളും ഫ്ലെക്സുകളും അടിച്ചുവെച്ച് ഉദ്ഘാടന മഹാമഹം നടത്തുക, 4-5 ദിവസം പ്രവർത്തിച്ചതിനു ശേഷം പദ്ധതിയെ മരണശയ്യയിലേക്ക് തള്ളിവിടുക. അധികൃതരുടെ പിടിപ്പുകേടാണ് കാരണം. കുടിവെള്ളം മുട്ടിച്ച് പൊതുജനങ്ങളെ പരീക്ഷിക്കുന്നതിൽ നിന്ന് അധികൃതർ പിന്മാറണം. നികുതി ഒടുക്കുന്ന പൊതുജനം കഴുതയല്ലെന്ന് ഓർക്കണം. രഞ്ജിത്ത് ഫ്രാൻസിസിനൊപ്പം അലക്സ് റാം മുഹമ്മദ്, 24 തിരുവനന്തപുരം. ഇപ്പോൾ പുറത്തു വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. വസ്തുനികുതി കുടിശ്ശികയുടെ പിഴപ്പലിശ ഒഴിവാക്കി. മാർച്ച് 31 വരെ പിഴപ്പലിശ ഈടാക്കില്ല.
നേരത്തെ പിഴപലിശ ചേർത്ത് നികുതി അടച്ചവർക്ക് അടുത്ത വർഷത്തെ നികുതിയിൽ വരവ് ചെയ്യും. ആർ ശ്രീജിത്ത് വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, വിശദാംശങ്ങൾ എന്താണ് ശ്രീജിത്ത്? ശ്രീജിത്ത്, തദ്ദേശ സ്ഥാപനങ്ങളിലാണ് നമ്മൾ ഈ വസ്തു നികുതി കുടിശ്ശിക അടയ്ക്കുന്നത്. അവിടെ കുടിശ്ശികയുടെ പിഴപ്പലിശ അടക്കം ഈടാക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. എന്നാൽ ഈ പിഴപ്പലിശ ഈടാക്കണമെന്ന തരത്തിലുള്ള അപേക്ഷകൾ ധാരാളമായി തദ്ദേശ ഭരണ വകുപ്പിലും വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലും ലഭിച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ഇപ്പോൾ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. മാർച്ച് 31 വരെ ഈ വസ്തു നികുതി കുടിശ്ശികയുടെ പിഴപ്പലിശ ഒഴിവാക്കിക്കൊണ്ട് ഉള്ള ഉത്തരവാണിപ്പോൾ സർക്കാർ പുറപ്പെടുവിച്ചിരിക്കുന്നത്. മാർച്ച് 31 വരെ ഈ പിഴപ്പലിശ ഈടാക്കില്ല. ഇതിനോടകം പിഴപ്പലിശ ഉൾപ്പെടെ വസ്തുനികുതി ഒടുക്കിയിട്ടുള്ളവർക്ക് പിഴപ്പലിശ അടുത്ത വർഷത്തെ നികുതിയിൽ വരവ് ചെയ്യുന്നതിന് ആവശ്യമായ ക്രമീകരണം ചെയ്യണമെന്നാണ് ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സർക്കാർ നൽകിയിരിക്കുന്ന നിർദ്ദേശം. എന്തായാലും വസ്തുനികുതി കുടിശ്ശികയുടെ പിഴപ്പലിശ മാർച്ച് 31 വരെ ഒഴിവാക്കി നേരത്തെ കുടിശ്ശിക അടച്ചവർക്ക് അടുത്ത വർഷത്തെ വസ്തുനികുതിയിൽ അത് വരവ് ചെയ്യും എന്നതാണ് സർക്കാരിൻ്റെ തീരുമാനം. ആർ ശ്രീജിത്ത് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. വയനാട്ടിൽ കാട്ടാനാക്രമണത്തിൽ യുവാവിന് ദാരുണാന്ത്യം സംഭവിച്ച വിഷയത്തിൽ മേപ്പാടി റേഞ്ച് ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തുമ്പോൾ തൊട്ടടുത്ത് ഒരു കുരങ്ങ് ഷോക്കേറ്റ് വീഴുന്ന കാഴ്ചയുണ്ടായി. മാർച്ചിന്റെ തത്സമയ സംപ്രേഷണത്തിനിടെയായിരുന്നു 24 ചീഫ് റിപ്പോർട്ടർ സുർജിത്ത് അയ്യപ്പത്തും ക്യാമറമാൻ മനു ദാമോദരനും ആ കാഴ്ച കണ്ടത്. തത്സമയ സംപ്രേഷണത്തിനിടെ കുരങ്ങിനെ രക്ഷിക്കുന്ന നാട്ടുകാരെ കൂടി വാർത്താസംഘം കൃത്യമായി പകർത്തി. ഈ റിപ്പോർട്ടിലേക്ക് നമുക്കെത്താം. അതിനു മുമ്പ് മറ്റൊരു റിപ്പോർട്ടിലേക്ക് കടക്കേണ്ട സമയമായിരിക്കുകയാണ്. തൊഴിൽ പീഡനം നേരിട്ടു എന്ന കയർ ബോർഡ് ജീവനക്കാരി ജോളി മധുവിന്റെ ശബ്ദ സന്ദേശവും കത്തും പുറത്ത്. കയർ ബോർഡ് മുൻ സെക്രട്ടറി ജിതേന്ദ്ര ശുക്ലയും ചെയർമാൻ വിപുൽ ഗോയലും ചേർന്നാണ് തന്നെ വേട്ടയാടിയതെന്ന് ജോളി പറയുന്നു. ജോളി മധുവിന്റെ കുടുംബം ഉന്നയിച്ച ആരോപണം ഗൗരവതരമെന്ന് കയർ ബോർഡ് മുൻ ചെയർമാൻ കുപ്പുരാമു ദുരൈപാണ്ഡി പ്രതികരിച്ചു. ശുക്ലയ്ക്ക് സെക്രട്ടറിയുടെ ചാർജും കിട്ടി. അവിടെ മിനിസ്ട്രിയിലുള്ള ഒരു വിപുൽ ഗോയൽ എന്ന് പറഞ്ഞ ആൾക്ക് ചെയർമാൻ്റെ ചാർജും കൊടുത്തു. അപ്പോൾ ഈ ശുക്ല കാശ് കൊടുത്ത് വിപുൽ ഗോയലിനെ അയാളുടെ പോക്കറ്റിലാക്കി വെച്ചിരിക്കുക. ഇയാൾ എന്തെഴുതുന്നോ അതുടനെ വിപുൽ ഗോയൽ സൈൻ ചെയ്ത് ഇങ്ങോട്ട് തരും. അപ്പോൾ ശുക്ലയാണ് ഇപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. ശുക്ലയ്ക്കാണ് എന്നോട് ദേഷ്യവും. അയാൾ കക്കാനായിട്ട് ഒത്തിരി ഫയലുകളിൽ എഴുതിയതെല്ലാം ഞാൻ ഉടക്കി. അതിൻ്റെ റിവഞ്ചാണ് ഈ തീർക്കുന്നത് മുഴുവനും. അതുകൊണ്ട് തന്നെ ഇവരോടൊന്നും റിക്വസ്റ്റ് ചെയ്യാനും കാല് പിടിക്കാനും പോകാൻ ഞാനൊട്ട് തയ്യാറുമില്ല. അഴിമതിക്ക് കൂട്ടുനിൽക്കാത്തതിന് മുൻ സെക്രട്ടറി ജിതേന്ദ്ര ശുക്ലയും ചെയർമാൻ വിപുൽ ഗോയലും വേട്ടയാടിയെന്നാണ് ജോളി സുഹൃത്തിനയച്ച ശബ്ദ സന്ദേശത്തിൽ പറയുന്നത്. ഇവരുടെ മുൻപിൽ ചെല്ലാൻ തനിക്ക് ധൈര്യമില്ലെന്നും ഇംഗ്ലീഷിൽ എഴുതി പൂർത്തിയാക്കാത്ത ജോളിയുടെ കത്തിലുണ്ട്. കയർ ബോർഡ് ഉദ്യോഗസ്ഥർക്കെതിരെ മുൻ കയർ ബോർഡ് സെക്രട്ടറിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് PS സുനിൽകുമാറിന്റെ മകനും രംഗത്തെത്തി. പക്ഷാഘാതം ബാധിച്ച പിതാവിനെ ഉദ്യോഗസ്ഥർ വേട്ടയാടിയെന്ന ആരോപണം. അച്ഛൻ്റെ കേസ് പറയാനാണെങ്കിൽ കഴിഞ്ഞ 6 മാസം മുമ്പ് കൊൽക്കത്തയിലേക്ക് ഒരു ട്രാൻസ്ഫർ ഓർഡർ വന്നു. അപ്പോൾ അന്ന് ഇപ്പോൾ ഈ സ്ട്രോക്കിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛന് സംസാരിക്കാൻ ഈ വാക്കുകൾ പറഞ്ഞു വരാൻ നേരത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. അതുകൊണ്ട് കൂടിയാണ് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. സത്യസന്ധയായ ഉദ്യോഗസ്ഥയായിരുന്നു ജോളി മധു. കുടുംബത്തിന്റെ ആരോപണം ഗുരുതരമാണ്. വിഷയത്തിൽ ശക്തമായ അന്വേഷണം നടക്കുമെന്ന് കയർ ബോർഡ് മുൻ ചെയർമാൻ കുപ്പുരാമു ദുരൈപാണ്ഡി. ജോളിയുടെ മൃതദേഹം ഇടപ്പള്ളി സെന്റ് ജോർജ് ഫെറോന പള്ളിയിൽ സംസ്കരിച്ചു. കയർ ബോർഡ് ഉദ്യോഗസ്ഥർക്കെതിരെ ജോളി മധുവിന്റെ കുടുംബം DGPക്കും ചീഫ് സെക്രട്ടറിക്കും പരാതി നൽകിയിട്ടുണ്ട്. കയർ ബോർഡ് ഉദ്യോഗസ്ഥരുടെ അഴിമതിക്കെതിരെ നിരവധി പരാതികളാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിലെത്തിയിരിക്കുന്നത്. പരാതി പകർപ്പുകൾ 24-ന് ലഭിച്ചു. അഴിമതിക്കാർക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് CITU എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കയർ ബോർഡ് ആസ്ഥാനത്തേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. കയർ ബോർഡിലെ അഴിമതിക്കാരായ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ നിലപാടെടുത്തതാണ് ജോളി മധുവിനെതിരെയുള്ള തൊഴിൽ പീഡനത്തിന് കാരണം. ദൗർഭാഗ്യകരം. ഏതുന്നതനാണെങ്കിലും വേട്ടക്കാർ നിയമത്തിന് മുൻപിൽ വരണം. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24. പൊതുജനം കഴുതയല്ല സാർ. കോഴിക്കോട്ട് നിന്ന് പുറത്തു വരുന്ന ഒരു വിവരം. കോഴിക്കോട് കൊയിലാണ്ടിയിൽ മധ്യവയസ്കന് വെട്ടേറ്റു. ഉണിച്ചിരാം വീട്ടിൽ സുരേഷിനാണ് വെട്ടേറ്റിരിക്കുന്നത്. മുഖത്തിനും കഴുത്തിനും വെട്ടേറ്റ സുരേഷിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. വെട്ടിയത് ആരാണ് എന്നത് സംബന്ധിച്ച് പോലീസിന് ഈ ഘട്ടത്തിൽ വിവരം ലഭ്യമായിട്ടില്ല. അതിൻ്റെ അന്വേഷണം നടക്കുന്നുണ്ട് എന്നാണ് കോഴിക്കോട്ട് നിന്ന് പുറത്തു വരുന്ന വിവരം.
സ്വകാര്യ വ്യക്തി റോഡ് കയ്യേറി നിർമ്മാണം നടത്തുന്നതിനെതിരെ ജനകീയ സമിതി രൂപീകരിച്ച് നാട്ടുകാർ. പ്രധാനമന്ത്രി സഡക് യോജന പദ്ധതി പ്രകാരം പ്രവൃത്തി പൂർത്തിയായ കാരശ്ശേരി പഞ്ചായത്തിലെ മുക്കംകടവ് കളരിക്കണ്ടി റോഡിലാണ് കയ്യേറ്റ പരാതിയുള്ളത്. എന്നാൽ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചാണ് നിർമ്മാണം നടത്തിയത് എന്നാണ് സ്വകാര്യ വ്യക്തിയുടെ വിശദീകരണം. കാരശ്ശേരി പഞ്ചായത്തിലെ മുക്കംകടവ് കളരിക്കണ്ടി റോഡിന്റെ മുക്കംകടവ് പാലത്തിനടുത്താണ് റോഡ് കയ്യേറി സ്വകാര്യ വ്യക്തി നിർമ്മാണം നടത്തിയെന്ന പരാതിയുള്ളത്. 8 മീറ്ററാണ് റോഡിന്റെ വീതി. പക്ഷേ സ്വകാര്യ വ്യക്തി കെട്ടിട നിർമ്മാണം ആരംഭിച്ചതോടെ ഈ വീതി കുറഞ്ഞുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. അതുതന്നെയാണ് വലിയ പ്രതിഷേധത്തിനിടയാക്കുന്നതും. കെട്ടിട നിർമ്മാണത്തിനെതിരെ നാട്ടുകാർ പരാതിയുമായി രംഗത്തെത്തിയതോടെ കാരശ്ശേരി പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നു. പ്രദേശവാസികൾ സൗജന്യമായി സ്ഥലം വിട്ടു നൽകിയാണ് 8 മീറ്റർ റോഡ് യാഥാർത്ഥ്യമാക്കിയത്. കെട്ടിട നിർമ്മാണം നടക്കുന്ന സ്ഥലം ഒഴിച്ച് ബാക്കി എല്ലായിടത്തും 8 മീറ്റർ വീതി ഉണ്ടെന്നാണ് പറയുന്നത്. സർവേ നടത്തണമെന്നാണ് ആവശ്യം. അവരെ ബിൽഡിംഗ് പണി നടക്കുന്നതിന് ഈ റോഡും കൂടി കൈയേറുന്ന ഒരു അവസ്ഥയിലേക്ക് അപ്പോൾ ഉള്ളത്. അത് മാറ്റിയിട്ട് ഞങ്ങൾക്ക് ഈ റോഡ് സംരക്ഷിച്ചുകൊണ്ട് അവരെ ഭൂമിയിൽ അവർ ചെയ്തോട്ടെ. അതിന്റെ നിയമാനുസൃതമായിട്ട് എങ്ങനെയെന്ന് വെച്ചാൽ അവർ ചെയ്തോട്ടെ. ഒരു ബിൽഡിങ്ങിന് ഒരു നിയമം ഉണ്ടല്ലോ, ആ നിയമം അനുസരിച്ച് അവർ ചെയ്തോട്ടെ. പക്ഷേ ഈ റോഡ് 8 മീറ്ററിൽ നിലനിർത്തുന്ന ആവശ്യമാണ്. സ്റ്റോപ്പ് മെമ്മോ നൽകിയതാണെങ്കിലും നിർമ്മാണം നടക്കുകയാണെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് അംഗം കൃഷ്ണദാസ് പറഞ്ഞു. പഞ്ചായത്ത് പരിഹരിക്കില്ല. ഞങ്ങൾ ജില്ലാ പഞ്ചായത്തിൽ വില്ലേജിൽ ജില്ലാ പഞ്ചായത്ത് ഉള്ള മുകളിലോട്ടുള്ള എല്ലാ ഇതിനും ചെയ്തിട്ട് ഒരിക്കലും ഈ വിവരാവകാശം കൊടുത്ത് ആ റോഡിന്റെ വീതി കണക്കാക്കിയിട്ട് ഞങ്ങൾ ഒരിക്കലും ഈ റോഡ് ഇങ്ങനെ ചുരുങ്ങി പോകാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. എന്നാൽ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് എല്ലാ അനുമതിയും നേടിയാണ് നിർമ്മാണം നടത്തിയതെന്ന് കെട്ടിട ഉടമ പാലാട്ടുമൽ അബ്ദുൽ ഹമീദ് പറഞ്ഞു. സ്ഥലം വാങ്ങിയതിനുൾപ്പെടെ കൃത്യമായ രേഖയുണ്ടെന്നും അദ്ദേഹം വിശദീകരിച്ചു. പ്രതിഷേധം ശക്തമായ പശ്ചാത്തലത്തിൽ തന്നെയാണ് കാരശ്ശേരി പഞ്ചായത്ത് ഈ വിഷയത്തിൽ ഇടപെട്ടത്. പ്രശ്നം രമ്യമായി പരിഹരിക്കണമെന്നാണ് കെട്ടിട ഉടമയും ആവശ്യപ്പെടുന്നത്. വികസനത്തിന് എതിരല്ല എന്ന് അദ്ദേഹം ആവർത്തിക്കുന്നുമുണ്ട്. മിഥില ബാലൻ, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. സ്വകാര്യ ഭൂമി കയ്യേറിയുള്ള നിർമ്മാണത്തിനെതിരെ ഇപ്പോൾ നാട്ടുകാർ രംഗത്ത് വന്നിരിക്കുകയാണ്. പൊതുജനത്തിന് എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളതെന്ന് കേൾക്കാം ചില പ്രതികരണങ്ങളിലേക്ക്. റോഡിന്റെ വീതി അങ്ങോട്ട് കുറച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല, അതേ ഞങ്ങൾ പറയുന്നുള്ളൂ. അതിന് വേണ്ടത് രണ്ടു കൂട്ടരും സഹകരിച്ചിട്ട് വേണ്ടത് ചെയ്യണം. ഞങ്ങൾ വികസനത്തിനെതിരല്ല. വികസനം വേണം, നാട്ടിൽ വികസനം വേണം, ബിൽഡിംഗ് വേണം, പലതും വേണം. ഇത്തരം റോഡുകൾ കയ്യേറിക്കൊണ്ടുള്ള ഈ പ്രവർത്തനത്തിന് ഒരിക്കലും ഞങ്ങൾ അനുവദിക്കില്ല. ശക്തമായ സമരമുറകളായിട്ട് മുന്നോട്ട് പോകും. പഞ്ചായത്ത് ഇതിന് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ടുണ്ട്. ഇവരെ പരാതിയുടെ പ്രകാരം തന്നെയാണ് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തത്. നിയമവിരുദ്ധമായി ഉണ്ടാക്കുന്ന കെട്ടിടമാണെങ്കിൽ എന്തായാലും അതിനെതിരെ പഞ്ചായത്ത് നടപടി സ്വീകരിക്കുന്നതാണ്. ഇതിൻ്റെ ഭാഗമായി ഈ ഭൂമി സർവേ നടത്തി പൂർത്തീകരിച്ചതിന് ശേഷമേ ഇനി ഒരു പ്രവർത്തനം ഈ ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട് ഇവിടെ ചെയ്യാൻ പാടുള്ളൂ എന്നല്ല പ്രദേശവാസികളുടെയും ഇവിടുത്തെ നാട്ടുകാരുടെയും ആവശ്യം. ഇനി മറ്റൊരു റിപ്പോർട്ടിലേക്ക്. ബാലരാമപുരത്ത് കൊല്ലപ്പെട്ട കുഞ്ഞിന്റെ അമ്മയെ പീഡിപ്പിച്ചുവെന്ന പരാതി. അതിൽ SP ഓഫീസിലെ CPOക്കെതിരെ കേസെടുത്തിരിക്കുന്നു ബാലരാമപുരം പോലീസ് എന്നുള്ളതാണ്. കൊലപാതകവുമായി ബന്ധപ്പെട്ട് മൊഴിയെടുക്കുന്നതിനിടയിലാണ് പീഡന വിവരം പറയുന്നത്. അജീഷ് ജയകുമാർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അജീഷ്, എന്താണ് വിശദാംശങ്ങൾ? അജീഷ്, ഫെബ്രുവരി 5 സംബന്ധിച്ച് പോലീസ് കേസെടുത്തിട്ടുള്ളത്. ബാലരാമപുരം പോലീസാണ് ഈ സ്ത്രീയുടെ പരാതിയിൽ SP ഓഫീസിലെ CPOക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. ഈ ബാലരാമപുരത്ത് 2 ആഴ്ച മുമ്പ് ഒരു 2.5 വയസ്സുകാരി കുഞ്ഞിനെ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ആ സംഭവത്തിൽ മൊഴിയെടുക്കാനാണ് സ്ത്രീയെ വിളിച്ചു വരുത്തിയത്. ഈ മൊഴിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ സ്ത്രീ തന്നെ ഒരു പോലീസുകാരൻ സാമ്പത്തികമായി പറ്റിച്ചിട്ടുണ്ടെന്നും ലക്ഷങ്ങൾ വാങ്ങിയിട്ടുണ്ടെന്നും ലൈംഗികമായി പീഡിപ്പിച്ചിട്ടുണ്ടെന്നുള്ള ഒരു മൊഴി വിവരം പോലീസിനോട് പറയുന്നത്. പിന്നീട് ഇത് പരാതിയായി നൽകുകയും ചെയ്തു. തുടർന്നാണ് പോലീസ് ഇത്തരത്തിൽ ഫെബ്രുവരി 5 പോലീസുകാരനെ പ്രതി ചേർത്തുകൊണ്ട് ഒരു കേസ് എടുത്തിരിക്കുന്നത്. പീഡന കേസും ഒപ്പം തന്നെ സാമ്പത്തിക തട്ടിപ്പുമടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. ശ്രീജിത്ത്, അജീഷ് ജയകുമാർ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. പഴുക്ക് വെള്ളത്തിൽ ജീവിതം തള്ളി നീക്കേണ്ട ഗതികേടിലാണ് ആലപ്പുഴ വളവനാട്ടുകാർ. കലവൂർ ശുദ്ധജലക്ഷാമം പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ച് കാലിക്കുടങ്ങളുമായി സ്ത്രീകൾ ഉൾപ്പെടെയുള്ള നാട്ടുകാർ വായ്മൂടിക്കെട്ടി പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാരാരിക്കുളം തെക്ക് പഞ്ചായത്തിലാണ് അതിരൂക്ഷമായ ശുദ്ധജലക്ഷാമം. 12 ലക്ഷം ലിറ്റർ ശേഷിയുള്ള ജലസംഭരണി കമ്മീഷൻ ചെയ്തിട്ടും ജലമെത്താത്തതിലാണ് നാട്ടുകാരുടെ പ്രതിഷേധം. വേനൽക്കാലമാകുമ്പോൾ നമ്മുടെ നാട്ടിൽ കുടിവെള്ള പ്രശ്നം ഉണ്ടാകുന്നത് ഇപ്പോൾ സാധാരണമാണ്. പക്ഷേ വേനലിന് മുൻപേ മാസങ്ങളായി ദുരിത ജീവിതം അനുഭവിക്കുകയാണ് ആലപ്പുഴ വളവനാട്ടുകാർ. അഴുക്ക് വെള്ളത്തിലാണ് അവർ ജീവിതം തള്ളി നീക്കുന്നത്.
ദുർഗന്ധം വമിക്കുന്ന കറുപ്പ് കലർന്ന ജലം. കുളത്തിലും കിണറ്റിലും ഭൂഗർഭജലത്തിലുമെല്ലാം ഇത് തന്നെ. കൈ കഴുകാൻ പോലും വെള്ളമില്ലാത്ത അവസ്ഥ. ഈ ദുരിതം അനുഭവിക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളും. വൻതുക മുടക്കി കാട്ടൂരിൽ ജലസംഭരണി സ്ഥാപിച്ചിട്ടും വളവനാട് ശുദ്ധജലം ഒരു തുള്ളി പോലും കിട്ടാനില്ല. കുടിവെള്ളത്തിനായി നാട്ടുകാർ ചേർന്ന് രൂപീകരിച്ച വാട്സപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് പഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. ശുദ്ധജലക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ വായ മൂടിക്കെട്ടി കാലിക്കുടവുമായാണ് പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത്. ഒരാഴ്ചയ്ക്കുള്ളിൽ പ്രശ്നപരിഹാരത്തിന് നടപടി സ്വീകരിക്കാമെന്ന് പഞ്ചായത്ത് സെക്രട്ടറി ഉറപ്പു നൽകി. എന്നാൽ സെക്രട്ടറിയുടെ വാക്കിൽ പ്രതീക്ഷയില്ലെന്നും സമരം താൽക്കാലികമായി മാത്രമാണ് അവസാനിപ്പിക്കുന്നതെന്നും നാട്ടുകാർ. ഞങ്ങളുടെ പൈപ്പ് കണക്ഷൻ ഇല്ല, വെള്ളമില്ല, ഇതാണ് വെള്ളം. ഞങ്ങളുടെ പല്ലാണ് പൊട്ടി ഇതായിട്ട് പോവുകയാണ്. കാശ് കൊടുത്ത് എപ്പോഴൊക്കെ വെള്ളം മേടിക്കാനും കൊണ്ടുവരാനുള്ള കഴിവില്ല. വല്ലാത്തൊരവസ്ഥയാണ്. ഞങ്ങൾക്ക് മറ്റേ വെള്ളം കിട്ടിയിട്ടാണ് 2 മാസത്തോളമായി. കണക്ഷനുണ്ട്, പക്ഷെ വെള്ളം വരുന്നില്ല. ഈ വെള്ളമാണ് ഞങ്ങൾക്ക് ഒന്നിനും ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അതിന് ശാരീരിക പ്രശ്നമുണ്ട്. വൻ തുക ചെലവഴിച്ച് നിർമ്മിച്ച ജലസംഭരണി മന്ത്രി റോഷി അഗസ്റ്റിനാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. എന്നാൽ ജലസംഭരണിയിൽ നിന്നുമുള്ള ജലം എത്തിക്കുന്നതിന് സാങ്കേതിക തടസ്സമുണ്ടെന്നാണ് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ പറയുന്നത്. നടപടികൾ പൂർത്തിയാകാൻ സമയമെടുക്കുമെന്നാണ് മാരാരിക്കുളം തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി സംഗീതയും അറിയിക്കുന്നത്. 30 കൊല്ലമായി ഇവിടുത്തെ വെള്ളം മുഴുവൻ ഈ രീതിയിലാക്കിയിട്ട്. ഇത് കണ്ടാലേ നമ്മൾ വിചാരിക്കും നല്ലെണ്ണയാണെന്ന്. പക്ഷെ നല്ലെണ്ണയല്ല, ഇത് ആൾക്കാർ തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടിയാണ്. വെള്ളമാണ്. ആളുകൾക്ക് മാരകമായ രോഗങ്ങൾ ഉണ്ടാകാനും അതുപോലെ തന്നെ വരും തലമുറയ്ക്ക് ഇതിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. അധികാരികൾ ഇതിനെതിരെ ഇതായിട്ട് നിൽക്കാനാണ് പരിപാടി എന്നുണ്ടെങ്കിൽ, ജനങ്ങൾക്കെതിരെ നിൽക്കാനാണ് അധികാരികളുടെ പുറപ്പാടെന്നുണ്ടെങ്കിൽ ശക്തമായ പ്രതിഷേധ പ്രകടനമായിട്ട് മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ ജനകീയ കൂട്ടായ്മയുടെ തീരുമാനം. ചുട്ടുപൊള്ളുന്ന വേനലാണ് വരുന്നത്. ഇനിയും വളവനാട്ടിലെ ശുദ്ധജലക്ഷാമം പരിഹരിച്ചില്ലെങ്കിൽ വെള്ളം കിട്ടാതെ ഞങ്ങൾ മരിച്ചു വീഴുമെന്നാണ് വളവനാട്ടുകാർ പറയുന്നത്. ഷിബിൻ ബഷീറിനൊപ്പം മനീഷ് മഹിവാൽ, 24 ആലപ്പുഴ. പൊതുജനം കഴുതയല്ല സാർ. വേനൽക്കാലമാണ് ഇനി വരാനുള്ളത്. കുടിവെള്ളത്തിനായി എന്ത് ചെയ്യുമെന്നാണ് ഇവർ ചോദിക്കുന്നത്. ചില പ്രതികരണങ്ങൾ കാണാം. വെള്ളം വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വെള്ളം വരുന്നുണ്ട്, പക്ഷെ ഒരിക്കലും നമുക്ക് ഉപയോഗയോഗ്യമല്ല. നമ്മൾ അടുത്തുള്ള RO പ്ലാന്റിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. വീട് മാറി വാടകയ്ക്ക് താമസിക്കുകയാണ്. ഇപ്പോൾ വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ വെള്ളത്തിന്റെ പ്രശ്നം കാരണം. അതിന് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് 1.5 മാസമായി. ഒരു രാഷ്ട്രീയം ഞങ്ങൾക്ക് ഇതിനകത്തില്ല. ഇത് ഞങ്ങളെ പ്രദേശത്തെ 3, 4, 5 വാർഡിലെ ആൾക്കാരെല്ലാം കൂടി ചേർന്നുകൊണ്ടൊരു പ്രതിഷേധമാണ്. ഇത് ഈ അവസ്ഥ കണ്ടില്ല, അവരൊക്കെ രോഗികളായിക്കൊണ്ടിരിക്കുകയാണ്. ഇലക്ഷൻ സമയമായപ്പോഴത്തേക്ക് അവർ ഒരു ടാങ്ക് കൊണ്ടുവന്ന് ഇവിടെ വെച്ച് തന്നു. പഞ്ചായത്തുകാർ കൊണ്ടുവന്ന് വെച്ച് തന്നിട്ടാണെങ്കിലും ആ വെള്ളം ഒരു മാസത്തോളം കഷ്ടിച്ച് നല്ല മിനറൽ വാട്ടറിന്റെ വെള്ളമായിട്ട് തന്നു. പിന്നെ അവർ കുളത്തിലെ പായൽ വരെ ഉണ്ടായിരുന്നു ഈ ടാങ്കിനകത്ത് കൊണ്ടുവന്ന് വെച്ച വെള്ളം. ഡെയിലി വരുമാനം, ജോലിക്ക് പോയി അന്നന്നത്തെ കഴിയാനുള്ളവരാണ് എല്ലാവരും. ഇത്രയും വലിയ എമൗണ്ട് മുടക്കി വെള്ളം മേടിച്ച് കുടിക്കാനുള്ള അത്രയ്ക്ക് വലിയ സാമ്പത്തികം ഇവിടെ ആർക്കും ഇല്ല. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഈ വെള്ളം യൂസ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് വേറെ എന്ത് ഓപ്ഷൻ ഉണ്ട്? അധികാരികൾ അതൊന്ന് പറഞ്ഞു തരണം. ഞങ്ങൾക്ക് ഈ വെള്ളം ഉപയോഗിക്കാതെ ഞങ്ങൾക്ക് കുടിക്കാൻ ഞങ്ങൾ പൈസ കൊടുത്ത് മേടിക്കുന്നുണ്ട്. അതും ഒരു വീട്ടിൽ നിന്ന് ഒരു ദിവസം ചെലവാക്കുന്നത് 100-150 രൂപയാണ്. പിന്നെ കൊച്ചു കുട്ടികളൊക്കെ ഉള്ളത്, അവർക്ക് സ്കിന്നിനൊക്കെ ഭയങ്കര പ്രശ്നവും വായിക്കാത്തൊക്കെ ആണെങ്കിലും ഭയങ്കര പ്രോബ്ലം ഒക്കെയാണ്. ഓരോ യൂണിഫോം ആണെങ്കിലും ഒന്നിനും ഒരു കാശിനും കൊള്ളാത്ത വെള്ളമാണ് വരുന്നത്. ചേർത്തല ചെല്ലുന്ന ഞങ്ങൾ പൈസ അടയ്ക്കാൻ ചെല്ലുമ്പോൾ അവർ പറയുന്നത് നിങ്ങൾ ആലപ്പുഴ വാട്ടർ അതോറിറ്റിയുടെ കീഴിലുള്ളതാണ്. കാശ് അവർ വാങ്ങിക്കും. ആലപ്പുഴക്കാരോട് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ വെള്ളം കിട്ടാത്തതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അത് സാങ്ഷൻ ചെയ്തിട്ടില്ല, കമ്മീഷൻ ചെയ്തിട്ടില്ല, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. പോലീസ് വീഴ്ചകൾ സംബന്ധിച്ച വിമർശനങ്ങളെ പ്രതിരോധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ചെറിയ വീഴ്ചകളെ പൊതുവൽക്കരിച്ച് ക്രമസമാധാനം ആകെ തകർന്നുവെന്ന് പ്രചരിപ്പിക്കുന്നത് തെറ്റെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പിണറായി കാലത്തെ ക്രമസമാധാന നില ലജ്ജാവഹമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ വിമർശനം. എന്നാൽ ഇന്നും പോലീസിനെതിരെ പരാതി ഉയർന്നു. കോഴിക്കോട് കൊടുവള്ളി പ്രിൻസിപ്പൽ SI അനൂപിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി. കോഴിക്കോട് കൊടുവള്ളി പ്രിൻസിപ്പൽ SI അനൂപിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി ലഭിച്ചു. ഭർത്താവിനെതിരെ പരാതിയുമായി എത്തിയപ്പോൾ അപമര്യാദയായി പെരുമാറിയെന്നാണ് ആരോപണം. നെന്മാറ ഇരട്ടക്കൊലപാതകവും പത്തനംതിട്ടയിൽ വിവാഹ സംഘത്തിന് നേരെയുണ്ടായ അതിക്രമവും ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷം ഇന്ന് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊണ്ടുവന്നത്. ഇരു സംഭവങ്ങളിലെയും പോലീസ് വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ച്
സംസ്ഥാനത്തെ ക്രമസമാധാനം ആകെ തകർന്നുവെന്ന് സമർത്ഥിക്കാനായിരുന്നു പ്രതിപക്ഷത്തിന്റെ നീക്കം. പോലീസ് വന്ന് ജീപ്പിൽ ഇറങ്ങുന്നു, കണ്ണി കണ്ട മുഴുവൻ ആളുകളെയും തല്ലുന്നു, സ്ത്രീകളെ ഉൾപ്പെടെ. എവിടെ കേട്ടിട്ടുണ്ട് ഇതൊക്കെ? ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചോ? ക്രിമിനലുകളെ ചങ്ങലക്കിടേണ്ട, വിലങ്ങ് വെക്കേണ്ടവരാണ് പോലീസ് എന്ന് പറയുന്നത്. ആ ചങ്ങലക്കാണ് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നത്. ഒറ്റപ്പെട്ട സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടി ക്രമസമാധാനം ആകെ തകർന്നുവെന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ പൊതുചിത്രമാകില്ലെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. തെറ്റ് കണ്ടാൽ നടപടി ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി സഭയെ അറിയിച്ചു. കുറച്ച് ബഹളമുണ്ടാക്കി പ്രശ്നമാക്കാന്നാണ് ധാരണ. ഈ രീതിയിൽ കാര്യങ്ങൾ പറയാൻ കഴിയുന്നില്ലെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ കുറവല്ല, കേരളത്തിൻ്റെ അവസ്ഥയുടെ സ്ഥിതിയാണ്. ഏതെങ്കിലും ചില സംഭവങ്ങൾ എടുത്ത് കാണിച്ചുകൊണ്ട് വല്ലാതെ ഇവിടെ ക്രമസമാധാനമാകെ തകർന്നു എന്ന് പറഞ്ഞാൽ അതൊരു ചിത്രമായിട്ട് വരില്ല. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. വാക്കൌട്ട് പ്രസംഗത്തിനിടെ പ്രതിപക്ഷ നേതാവും സ്പീക്കറും തമ്മിലുള്ള തർക്കത്തിനും സഭ സാക്ഷിയായി. എന്നെ പ്രസംഗം നിർത്തിക്കഴിഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് സന്തോഷമാവാൻ അതിന് വേണ്ടിയിട്ടാണെങ്കിൽ അങ്ങനെയൊന്നും സംസാരിക്കരുത്. ഈ രീതിയിലൊന്നും അങ്ങേപ്പോലെ ഒരു മുതിർന്ന ആൾ സംസാരിക്കുന്നത് ശരിയല്ല. അങ്ങേ നിയമസഭക്കകത്തുള്ള വളരെ സീനിയർ അംഗമാണ്. ചെയറിനോട് ഇങ്ങനെ സംസാരിക്കുന്നത് ശരിയല്ല. മുമ്പുണ്ടായ പോലീസ് വീഴ്ചകളിൽ ചർച്ച നടക്കുമ്പോഴാണ് കോഴിക്കോട് കൊടുവള്ളി പോലീസ് സ്റ്റേഷനിൽ നിന്നും നേരിട്ട ദുരനുഭവം യുവതി 24-നോട് തുറന്നു പറഞ്ഞത്. ജനുവരി 26 വൈകിട്ട് 5 മണിയോടെയാണ് സംഭവം. പരാതിക്കാരിയായ യുവതിയുടെ ഭർത്താവ് മറ്റൊരു സ്ത്രീയെ വിവാഹം ചെയ്ത് താമസിക്കുകയാണ്. ഭർത്താവിനെതിരെ പരാതി നൽകാൻ എത്തിയപ്പോഴാണ് ദുരനുഭവം. ചെറിയ മോളെയും കൂട്ടിയിട്ട് പിന്നെ കൊടുവള്ളി സ്റ്റേഷനിൽ പോയി. അവിടെ സ്റ്റേഷനിൽ പോയിട്ട് പരാതി പറഞ്ഞപ്പോൾ മാത്യു സാർ ഉണ്ടായിരുന്നു. അവിടുന്ന് ഭർത്താവിനെ അവർ വിളിപ്പിച്ചു. അനൂപ് സാർ എന്ന SI ആണ് ഞങ്ങൾ മൊഴി എടുത്തുകൊണ്ടിരുന്നത്. ഞാനും ചെറിയ മോളും കൂടെയാണ് റൂമിലേക്ക് കയറിയത്. ആദ്യം തന്നെ അനൂപ് സാറ് ഷൗട്ട് ചെയ്തുകൊണ്ടാണ് സംസാരിച്ചത്. മോളാകെ പേടിച്ചു പോയി. വിവരങ്ങൾ ചോദിക്കാതെ തട്ടിക്കയറിയ ഉദ്യോഗസ്ഥൻ വിവാഹബന്ധത്തിൽ നിന്നും ഒഴിയണമെന്നും പണിയെടുത്ത് ജീവിച്ചൂടെ എന്ന് ചോദിച്ചുവെന്നും ആരോപണമുണ്ട്. നിന്റെ ഭർത്താവ് വേറെ വിവാഹം ചെയ്തതല്ലേ, എന്തിനാണ് നീ അവൻ്റെ പിന്നാലെ പിന്നെയും പോകുന്നത്, കടിച്ചു തൂങ്ങി നിൽക്കുന്നത്, നിനക്ക് അത് ഒഴിവാക്കി കൊടുത്തൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ 2 മക്കളെ പാപ്പാണ്, ഞാൻ എന്തായാലും ഡൈവേഴ്സ് കൊടുക്കൂല എന്നാണ്. നീ നയിച്ച് മക്കൾക്ക് ചിലവിന് കൊടുത്താൽ പോരെ, എന്തിനാണ് അയാളെ ബുദ്ധിമുട്ടാക്കുന്നത്, അയാൾ മറ്റേ പെണ്ണിൻ്റെ കൂടെ സുഖമായിട്ട് ജീവിച്ചോട്ടെ, എന്തിനാണ് ബുദ്ധിമുട്ടാക്കാൻ പോകുന്നത്, താല്പര്യമില്ലാത്ത ഒരു വ്യക്തിൻ്റെ പുറകെ പിന്നെ പോകേണ്ട ആവശ്യമുണ്ടോ നിനക്കെന്ന് ചോദിച്ചു. പിന്നെ ഒരു സ്ത്രീയോട് ഒരിക്കലും ഒരാൾ പറയാൻ പാടില്ലാത്ത വാക്കുകളാണ് അയാൾ പറഞ്ഞത്. അതും എൻ്റെ ചെറിയ മോളെടുത്തെന്നാ പറഞ്ഞ. ആരോപണങ്ങൾ SI അനൂപ് നിഷേധിച്ചു. കൊടുവള്ളി സിയുടെ നേതൃത്വത്തിലാണ് വകുപ്പുതല അന്വേഷണം പുരോഗമിക്കുന്നത്. പോലീസ് സ്റ്റേഷനുകൾ പെർഫെക്റ്റ് ഓക്കെ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുമ്പോഴും നമ്മുടെ മുന്നിലുള്ള അനുഭവങ്ങൾ അതല്ല തുറന്നു കാണിക്കുന്നത്. പൊതുജനങ്ങളും പോലീസ് സ്റ്റേഷനും പോലീസ് ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ബന്ധം അല്പം കൂടി മെച്ചപ്പെടുത്തണമെന്ന കാര്യത്തിൽ ആർക്കും ഒരു തർക്കവും ഉണ്ടാവില്ല. രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. വയനാട്ടിൽ കാട്ടാനാക്രമണത്തിൽ യുവാവിന് ദാരുണാന്ത്യം സംഭവിച്ച വിഷയത്തിൽ മേപ്പാടി റേഞ്ച് ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടക്കുമ്പോൾ തൊട്ടടുത്തൊരു കുരങ്ങ് ഷോക്കേറ്റ് വീഴുന്ന കാഴ്ചയുണ്ടായി. മാർച്ചിന്റെ തത്സമയ സംപ്രേഷണത്തിനിടെയായിരുന്നു 24 ചീഫ് റിപ്പോർട്ടർ സുർജിത് അയ്യപ്പത്തും ക്യാമറമാൻ മനു ദാമോദരനും ആ കാഴ്ച കണ്ടത്. തത്സമയ സംപ്രേഷണത്തിനിടെ കുരങ്ങിനെ രക്ഷിക്കുന്ന നാട്ടുകാരെ കൂടി വാർത്താസംഘം കൃത്യമായി പകർത്തി. മേപ്പാടി റേഞ്ച് ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച്. പൊടുന്നനെയാണ് വൈദ്യുതി കമ്പിയിൽ തട്ടി ഷോക്കേറ്റ് കുരങ്ങ് താഴേക്ക് വീണത്. പിന്നെ കണ്ടത് രക്ഷാപ്രവർത്തനം. പ്രതിഷേധത്തിന്റെ വാർത്ത പകർത്തിക്കൊണ്ടിരുന്ന 24 വാർത്താ സംഘത്തിന്റെ ക്യാമറ കണ്ണുകളിൽ ഈ ദൃശ്യം പതിഞ്ഞു. ജീവൻ രക്ഷ നൽകിയിരുന്ന മനുഷ്യർക്കിടയിലേക്ക് ക്യാമറ തിരിഞ്ഞു. മനുഷ്യർ ഒത്തുചേർന്ന് ഒരു വന്യജീവിയെ രക്ഷപ്പെടുത്തുന്ന മനോഹരമായ കാഴ്ച. ഒടുവിൽ കുരങ്ങ് ജീവൻ തിരികെ പിടിച്ച് കൂട്ടത്തിലേക്ക് മടങ്ങുന്നു. ജീവൻ രക്ഷിച്ചവർക്ക് ആശ്വാസം, അഭിമാനം. കുരങ്ങ് കറണ്ട് അടിച്ചിട്ട് പെട്ടെന്ന് വീണതാണ്. അതെ, നമ്മൾ എന്തായാലും ഈ പ്രകൃതിയുള്ള എല്ലാത്തിനും സംരക്ഷിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷെ ഞങ്ങളുടെ ജീവനും കൂടെ സംരക്ഷിക്കാൻ സർക്കാരും എല്ലാവരും മുന്നിട്ടിറങ്ങണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. 24 വയനാട്.
പൊതുജനം കഴുതയല്ല സാർ. നോക്കാം സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. സ്വർണ്ണത്തിൽ സ്നേഹത്തിൽ സ്പർശ.